ഏതൊരു കാര്യവും നമ്മൾ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്കൊരു കാര്യം പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതിന് സമയം വേണം. അതിപ്പോ ഏതൊരു കാര്യമാണെങ്കിലും ചിലപ്പം പഠിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അത് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതുപോലെ തന്നെയാണ് വാഹനത്തിന്റെ ഡ്രൈവിങ്ങിന്റെ കാര്യം. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം, ഒട്ടും വാഹനം ഓടിക്കാൻ അറിയാൻ മേലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഏകദേശം ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് വാഹനത്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒട്ടും അറിയാത്ത ഒരാള് ഫസ്റ്റ് എങ്ങനെ വാഹനം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി, ഡ്രൈവ് വിത്ത് എം ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമുക്ക് ഏതായാലും ഈ വാഹനം, നമ്മുടെ സെവിന്റെ വാഹനത്തിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അതായത് വാഹനത്തിൽ കയറി കഴിഞ്ഞ് ഇപ്പൊ വാഹനം ഓടിക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് ആണ്. അതായത് സ്റ്റിയറിംഗ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വീടുകളിൽ കുറച്ച് ഇടയുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഓടിച്ച് പഠിക്കുക. ഇനി അതല്ല, നിങ്ങളൊരു ഗ്രൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും റോഡിലോട്ട് ഇറക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. കൂട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി അങ്ങനെ പോകുന്നില്ല, സ്വന്തം വാഹനത്തിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് വാഹനം പഠിച്ചതെന്നുള്ളതിനെ കുറിച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ അതുപോലെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ആദ്യമായിട്ട് ഇപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ, വലിയ സ്ഥലം പറയല്ല, എന്നാൽ കുറച്ച് സ്ഥലമുണ്ട്. ഈ ഒരു ഏരിയ മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും പഠിക്കില്ല. എന്നാൽ അത്യാവശ്യം അറിയാം, കുറച്ചൊക്കെ പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് പറഞ്ഞതുപോലെ ക്ലച്ച് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി, ഗിയർ ന്യൂട്രൽ ആക്കിയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്തു. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്യാണ്. കണ്ടോ, ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്തു. ഫസ്റ്റ് എൻഗേജ് ചെയ്തതിന് ശേഷം ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുമ്പോൾ ഈ വാഹനം മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, വാഹനം മുമ്പിലോട്ട് പോകുന്നുണ്ട്. ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലെടുത്തേ ഉള്ളൂ. ഒന്ന് റിവേഴ്സ് ഇട്ടു, പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, വാഹനം പിന്നെ പുറകോട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊന്നും കൊണ്ട് കാണിച്ചതല്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഡോറ് തുറന്നിട്ടത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന രീതിക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് അറിയാം, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. അപ്പം പതുക്കെ സ്റ്റിയറിംഗ് ഒന്ന് ചെരിച്ചു നോക്കുക. ചരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇപ്പൊ എങ്ങോട്ടാണ് വാഹനം പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കണ്ട, ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടു, പതുക്കെ ക്ലച്ച് നിന്ന് കാലെടുക്കുന്നു. വളരെ പതുക്കെ ക്ലച്ച് നിന്ന് കാലെടുക്കാവുള്ളൂ. വാഹനം ഇങ്ങനെ പതുക്കെ മുമ്പോട്ട് പോകുന്ന കാണാം. സ്റ്റിയറിംഗ് കുറച്ചൊന്ന് തിരിക്കുക. രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിയറിംഗ് ഒരു കൈ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, രണ്ട് കൈ കൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ ചെയ്യുക. ഇത് കണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് പതുക്കെ പോവാവുള്ളൂ. പതുക്കെ 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 ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവുള്ളൂ. ഒരു കാരണവശാലും ആക്സിലറേറ്ററിൽ കാല് ചവിട്ടരുത്. ക്ലച്ചിൽ നിന്ന് മാത്രം പതുക്കെ കാല് കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോവുക. കുറച്ച് പോയതിനു ശേഷം പതുക്കെ ബ്രേക്ക് ചവിട്ടുക, റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്യുക. കേട്ടോ, ഫസ്റ്റ് ഇന്ന് റിവേഴ്സ് എൻഗേജ് ചെയ്തു. പിന്നെ ഞാൻ പതുക്കെ ക്ലച്ചിൽ നിന്ന് മാത്രം കാലെടുക്കുന്നുള്ളൂ. എല്ലാവർക്കും കാണാം, ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ബ്രേക്കിന്റെ അവിടെ കാല് വേണം, അതായത് ബ്രേക്ക് ചവിട്ടാൻ റെഡി ആയിട്ട് വേണം നിൽക്കേണ്ടത്. ഞാൻ ഈ ഒന്നുകൂടെ കാണിച്ചു തരുന്നത് നോക്കണം. ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി ബ്രേക്കിന്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് കാല് വെച്ചേക്കുക. ലോഡ് കൊടുക്കണ്ട, വെറുതെ അതിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ നമ്മുടെ വാഹനം പുറകോട്ട് പോകുന്ന കാണാം. എന്നിട്ട് കുറച്ച് പതുക്കെ സ്റ്റിയറിംഗ് ഒന്ന് ചെരിച്ച്, ആർക്കും ബുദ്ധിമുട്ട് വരരുത്. വാഹനത്തിൽ ഒരാൾ കൺട്രോൾ ചെയ്യാൻ വേണം, അവരുടെ കയ്യിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് ഹാൻഡ് ബ്രേക്ക് വലിക്കാനുള്ളൊരു ഗ്യാപ്പ് കൂടെ നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടരുതെന്ന് എടുത്തെടുത്ത് പറയുന്നതിന്റെ കാര്യം. ഇങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, അപ്പം ഇതുപോലെ കുറച്ച് നിങ്ങൾ ഫ്രണ്ടിലോട്ടും ഒരു ചെറിയ ടേൺസ് ഒക്കെ ഇപ്പൊ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ എന്റെ വരും വീഡിയോസിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു ടേൺസ് ഒക്കെ എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കുറച്ചൊന്ന് മൂവ് ചെയ്ത് പഠിക്കുക. കണ്ടോ, അപ്പം കൊണ്ടുപോകുന്ന ആള് തന്നെ നിങ്ങളെ തിരിച്ച് മെയിൻ റോഡിൽ കൂടെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. ഗ്രൗണ്ട് വരെ അവരെ കൊണ്ട് മാത്രം ഓടിക്കാവുള്ളൂ, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ. ഇപ്പം ഇതുപോലെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രീ ആവുക. ഇത് നിങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്ത് നോക്കുക.